എത്ര മണിക്കൂർ ഒരു വിദ്യാർത്ഥി പഠിക്കണം? പ്രത്യേകിച്ച് കണക്കുകളുണ്ടോ? 6 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ A+, 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക്, അങ്ങനെയൊക്കെ ഒരു നയമുണ്ടോ? നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. സോ പലരുടെയും കൺഫ്യൂഷനാണ്, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, ഒരു ദിവസം എത്ര പഠിക്കണം, എത്ര ട്യൂഷന് പോകണം, അതുപോലെ എത്ര തവണ റിവൈസ് ചെയ്യണം, എന്നാലാണ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നത്. ഇതെല്ലാം എല്ലാവരും ചിന്തിക്കുന്നത് ഒരുപക്ഷെ മോഡൽ പരീക്ഷ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 7 ദിവസം ബാക്കിയുള്ളപ്പോഴൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാറ്റേഴ്സും ഉണ്ടാകുന്നില്ല. ഇനി എൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് +2 സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, TV കണ്ടുകൊണ്ട് പഠിക്കുന്നതാണ് എൻ്റെ ശീലം. എത്ര ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും ചില വിദ്യാർത്ഥികൾക്ക് അവിടെ ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. ചിലർക്ക് അവരുടെ കംഫർട്ട് സോണിൽ അമ്മയോടൊപ്പം ഇരുന്ന് അല്ലെങ്കിൽ പഠിച്ചിട്ട് പഠിപ്പിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. അതുമല്ല എങ്കിൽ ചിലർക്ക് താരതമ്യേന രാവിലെ എഴുന്നേറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെട്ട ട്യൂഷനിൽ കൂടെ തന്നെ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇനി നിങ്ങൾ 5 സ്പെഷ്യൽ ട്യൂഷന് പോയാലേ ആ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൊന്നും അല്ല. സെൽഫ് സ്റ്റഡി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ കാര്യത്തിൽ പോകുമ്പോഴും, ഓരോ ട്യൂഷന് പോകുമ്പോഴും, ഓരോ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴും അവിടെ നടക്കുന്നത് അവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ പഠിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇതിനെല്ലാം പുറമേ ഒരു സമയം കണ്ടെത്തി, അത് 1 മണിക്കൂർ ആവണമെന്നില്ല, 1.5 മണിക്കൂർ ആവണമെന്നില്ല, വെറും 1/2 മണിക്കൂർ മതി സുഹൃത്തുക്കളെ. അത് ആ പഠിപ്പിച്ചതിനെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് പഠിക്കാൻ എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങളിനി ഒരു ട്യൂഷനും പോകാത്ത വ്യക്തിയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഉയർന്ന മാർക്കുകൾ, A+കൾ, ഫുൾ മാർക്കുകൾ കരസ്ഥമാക്കാൻ കഴിയും. തിരിച്ചൊന്ന് ചിന്തിക്കുക, 5ഉം 10ഉം സ്പെഷ്യൽ ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥി പോലും സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി 1/2 മണിക്കൂർ കണ്ടെത്തുന്നില്ല എങ്കിൽ അവന് അവസാനം മാർക്ക് കിട്ടില്ല. അവസാനം കുറ്റവുമായിട്ട് രക്ഷകർത്താക്കളും അവൻ തന്നെ പഠിപ്പിച്ച ട്യൂഷൻ സ്ഥാപനങ്ങളുടെ വാതിലുകളിൽ ചെന്ന് മുട്ടേണ്ട അവസ്ഥ വരും. ഇത് സത്യമാണോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. രക്ഷകർത്താക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.